Hi friends, welcome back to Nijinas Kitchen. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ മരുന്ന് കഞ്ഞിയുടെ റെസിപ്പി കാണിക്കാമെന്ന്. അപ്പോൾ ഇന്നത്തേത് നമ്മുടെ മരുന്ന് കഞ്ഞിയുടെ റെസിപ്പിയാണ്. ലോക്ക്ഡൗൺ ഒക്കെ ആയത് കാരണം എനിക്ക് ഇവിടെ മരുന്ന് കഞ്ഞി കിറ്റൊക്കെ കിട്ടാൻ കുറച്ച് ലേറ്റ് ആയി. അതാണ് ഈ റെസിപ്പി ലേറ്റ് ആയത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തീർച്ചയായും ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം. നമ്മുടെ ചാനലിൽ ഉലുവ കഞ്ഞിയുടെയും മരുന്നുണ്ടിയുടെ ഒക്കെ റെസിപ്പി ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ മരുന്ന് കഞ്ഞി നിങ്ങൾ ഈ കർക്കിടക മാസത്തിൽ തീർച്ചയായും കഴിച്ചിരിക്കണം. വേറൊരു കർക്കിടക കാപ്പിയുടെ റെസിപ്പി കൂടി ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു കർക്കിടക മാസം നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക. ഇപ്പോൾ പ്രത്യേകിച്ച് കൊറോണയൊക്കെയുടെ ടൈമാണ്. നല്ല ഹെൽത്തി ഭക്ഷണം മാത്രം കഴിക്കുക. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. ഞാൻ ഇവിടെ കർക്കിടക കഞ്ഞി അല്ലെങ്കിൽ മരുന്ന് കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു മരുന്ന് കഞ്ഞി കിറ്റ് ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണ്. ഇതിൽ 7 ദിവസം കഴിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ മരുന്ന് കൂട്ടുകളും ഓരോരോ കിറ്റായിട്ടുണ്ട്. ഒരാൾക്ക് 7 ദിവസം കഴിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇതിലുള്ളത്. ഞാനിത് ആമസോണിലാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ കവറിൻ്റെ പുറത്ത് തന്നെ ഇതിൻ്റെ ഏതൊക്കെയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ചേരുവകളെന്നും എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്നും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അങ്ങാടി മരുന്ന് കടകളിലൊക്കെ കിട്ടും. കർക്കിടക കഞ്ഞി കൂട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഈ മരുന്ന് കഞ്ഞിയുടെ മരുന്ന് മാത്രം വാങ്ങിച്ചിട്ട് ബാക്കി അരിയൊക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടും ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള 7 കിറ്റായിട്ടാണ് ഉള്ളത്. ഇതിൽ ഞവര അരിയുണ്ട്, അതുപോലെ തന്നെ ജീരകം, ആശാളി, ഉലുവ, പിന്നെ ഒരു ചൂർണം കൂടിയാണ് ഉള്ളത്. ഇതിപ്പോൾ ജീരകമാണ്, ആശാളികളിന് എല്ലാം കുറച്ച് കുറച്ച് ആവശ്യത്തിനായിട്ടുള്ള അത്രയുണ്ട്. പിന്നെ ഈ ഒരു പാക്കറ്റിൽ കുറേ പച്ചമരുന്നുകളുടെ ഒരു പൊടി, പച്ചമരുന്ന് ചൂർണമാണ് ഉള്ളത്. ഇത്രയും സാധനങ്ങളാണ് ഓരോ കിറ്റിലുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് അരക്കപ്പോളം നുറുക്ക് ഗോതമ്പും അരക്കപ്പോളം തന്നെ വരുന്ന ചെറുപയറും കൂടി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് കരിപ്പെട്ടിയാണ്. കരിപ്പെട്ടിയും കൂടി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിയും ഇതൊക്കെ ഒന്ന് കവർ പൊട്ടിച്ച് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 കിറ്റാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതൊക്കെ ഒന്ന് പാത്രത്തിലിട്ട് നല്ലതുപോലെ കഴുകിയിട്ടൊന്ന് കുതിരാൻ വെക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുതിരാൻ വെക്കുന്നത്. ഇനി നമുക്കൊരു കുക്കർ എടുത്ത് അതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള ഞവരയരി ഇട്ട് കൊടുക്കാം. ഞവരയരിയോടൊക്കെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഞാൻ മുന്നേയുള്ള വീഡിയോയിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഉഴുന്നും കൂടി ചേർത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പിലും കുറച്ച് കുറവ് അളവിൽ ഉഴുന്നും കൂടി ഞാൻ കുതിർത്ത് വെച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെറുപയറും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഈ നമ്മൾ ഇട്ട് കൊടുത്ത ധാന്യങ്ങളൊക്കെ മുങ്ങിക്കിടക്കുന്ന അത്രയും തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്കൊരു 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 1/4 ഭാഗത്തോളമുള്ള വേവാണ് നമുക്കിതിന് വേണ്ടത്. ഇനി നമുക്ക് ഈ കുക്കറിൽ വേവുന്ന സമയത്തേക്ക് നമുക്ക് കരിപ്പെട്ടിയും കുറച്ച് നാട്ടുചക്കരയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചൊന്ന് കുറുക്കിയെടുക്കാം. കുറുക്കി എടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കാം നമുക്ക്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്കുള്ള കരടൊക്കെ നമ്മുടെ കഞ്ഞിയിലേക്ക് വരും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതേപോലെ തന്നെ ജീരകവും ഞാൻ ഈ കവറിൽ നിന്ന് മാറ്റിയെടുത്ത് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആശാളിയും വേണം. ആശാളി നിങ്ങൾ ഒരിക്കലും കഴുകാൻ പാടില്ല. കഴുകി കഴിഞ്ഞാൽ അതൊന്ന് കുതിർന്ന ഒരു പശവശപ്പായിട്ട് വരും. അതുകൊണ്ട് ആശാളി കഴുകാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മൾ പാക്കറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ മരുന്ന് ചൂർണം കൂടി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂണോളമുള്ള മുഴുവൻ കുരുമുളകും 2 ഏലക്കായും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം കൂടി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചൂർണത്തിലേക്ക് കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് കലക്കി എടുത്തു കൊടുക്കാം. ഇതിൽ മല്ലി, അതുപോലെ തന്നെ കുറേ പച്ചമരുന്നുകൾ വറുത്ത് പൊടിച്ച ഒരു പൊടിയാണിത്. ഇത് നിങ്ങൾക്ക് ഈ മരുന്ന് കഞ്ഞി കിറ്റ് അല്ലാതെയും ഈ മരുന്ന് ചൂർണം മാത്രമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. അതൊന്ന് നിങ്ങൾ അടുത്തുള്ള കടകളിലൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കുക്കർ തുറന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ ധാന്യങ്ങളൊക്കെ ഏകദേശം 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലൊട്ടും വെള്ളമില്ല. അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് ഇളം ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരിക്കലും ഇനി ഇതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇളം ചൂടുവെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്നിത് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആശാളി ചേർത്ത് കൊടുക്കാം. ആശാളിയും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ച കുരുമുളകും ഏലക്കായും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം.
ഇവിടെ ഇപ്പോൾ ഒന്ന് തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. കാരണം നമ്മൾ ആശാളിയും ജീരകവും ഒക്കെ ഒന്ന് വെന്ത് കിട്ടണം. അതുകൊണ്ട് നല്ലോണം കുറച്ച് സമയം കൂടി ഇതൊന്ന് തിളക്കാൻ അനുവദിക്കണം. ഇനി നമുക്ക് ഈ സമയം ഇതിലേക്ക് നമ്മൾ കലക്കി മാറ്റി വെച്ചിരിക്കുന്ന ഈ മരുന്ന് ചൂർണം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം നമ്മൾ ഇളക്കി കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്നുകൂടി ഇതൊന്ന് വെന്ത് കിട്ടണം. ഈ ധാന്യങ്ങളിലേക്കൊക്കെ ഈ മരുന്ന് ചൂർണ്ണമൊക്കെ അങ്ങ് ഇറങ്ങി ചെല്ലണം. അതിനുവേണ്ടി നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക തന്നെ വേണം. ഇവിടെ ഇപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല നമ്മൾ പച്ചമരുന്ന് കടയിലൊക്കെ പോയുള്ളൊരു മണമുണ്ടല്ലോ, ആ ഒരു മണം ഇവിടെ നമുക്ക് കിട്ടും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പാനിയാക്കി വെച്ചിട്ടുള്ള കരിപ്പെട്ടി ഒഴിച്ചു കൊടുക്കാം. അരിച്ചെടുത്തിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം. ചിലപ്പോൾ അതിൽ കല്ലും കരടൊക്കെ ഉണ്ടാവും. അതൊക്കെ മാറ്റിയിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഇതൊന്ന് തിളക്കണം. ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് ഇന്ദുപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഇന്ദുപ്പ് തന്നെ ചേർക്കണം, സാധാരണ ഉപ്പൊന്നും ചേർക്കരുത്. ഇന്ദുപ്പിന് കുറേ ഔഷധ ഗുണങ്ങളുള്ളതാണ്. നമ്മൾ കഷായത്തിലൊക്കെ തീർച്ചയായും ഈ കഷായം, മരുന്ന് കഞ്ഞിക്കൂട്ടുകൾ, ഇതിലൊക്കെ നമ്മൾ ഇന്ദുപ്പ് തന്നെ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ കിടന്ന് കുറച്ച് സമയം കൂടി ഇതൊന്ന് നല്ലോണം തിളച്ച് വരട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. ഒന്നാം പാൽ മാത്രമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒന്നാം പാലും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് ജസ്റ്റ് തിളക്കാൻ അനുവദിക്കാം. ഇവിടെ ഇപ്പോൾ ഏകദേശം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ചൂടോടെ തന്നെ കഴിക്കാവുന്നതാണ്. നിങ്ങൾ തീർച്ചയായും ഒരു നേരമെങ്കിലും ഈ മരുന്ന് കഞ്ഞി കുടിച്ചിരിക്കണം. 7 ദിവസമാണെങ്കിലും കുടിക്കണം എന്നാണ് കണക്ക്. അതിന് മുകളിലേക്ക് നിങ്ങൾക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടി, നല്ല പശുവിൻ നെയ്യ് കൂടി ഒഴിച്ച് കൊടുത്ത് കഴിക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മരുന്ന് കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് രാവിലത്തെ ഭക്ഷണമായോ അല്ലെങ്കിൽ വൈകിട്ടോ മറ്റൊന്നും നിങ്ങൾക്ക് കഴിക്കാം. എന്തായാലും തീർച്ചയായും ഒരു നേരമെങ്കിലും കഴിച്ചിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള മരുന്ന് കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഓൾറെഡി ഇപ്പം കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കർക്കിടകമൊക്കെ ഏകദേശം കഴിയാറായി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുവരെ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് വീണ്ടും വേറൊരു വിഭവമായിട്ട് കാണാം.